ഇസ്രായേലിന്റെ യുദ്ധക്കപ്പൽ ഗസ തീരത്ത് ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടിലയുടെ ബോട്ടിൽ ഇടിപ്പിച്ച് 13 ബോട്ടുകൾ കസ്റ്റഡിയിലെടുക്കുകയും 200 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ ഗ്രാറ്റ തുംബർഗ് അടക്കമുള്ള ഡസൻ കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തു വന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഗസക്ക് കാരുണ്യ ഹസ്തവുമായി 44 രാജ്യങ്ങളിൽ നിന്ന് 50-ലധികം കപ്പൽ ഗസയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഏറെക്കുറെ ഗസയുടെ തീരത്ത് എത്താവുന്ന സമയമായപ്പോഴാണ് ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചത്. ലോകവ്യാപക പ്രതിഷേധം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് കടൽ മാർഗം ഗസയിലേക്ക് സഹായം എത്തിക്കാത്തത് എന്നതാണ് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. ജലപീരങ്കി ഉപയോഗിച്ചും ബോട്ടിൽ ഇടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കടലിലുടനീളം മൈനുകൾ സ്ഥാപിച്ചും പ്രതിരോധിക്കാനും തടുക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് തങ്ങൾ ലക്ഷ്യം കാണും എന്ന് സമൂദ് ഫ്ലോട്ടിലയുടെ ഈ മേധാവികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അപ്പോൾ ഈ ഫ്ലോട്ടിലയുടെ സഞ്ചാര പാതയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ലോകത്തെമ്പാടും ഇപ്പോൾ നടക്കുകയാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ഗസ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഗസയുടെ പ്രദേശം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ വരുന്നത്. ഇതൊരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു പ്രദേശമായിരിക്കെ അതിൽ എന്തിന് ഇസ്രായേൽ ഇടപെടുന്നു എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം. ഇസ്രായേലിന്റെ പ്രദേശത്തിലൂടെയല്ല യാത്ര സഞ്ചരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര പാത മെഡിറ്ററേനിയൻ കടലിലുണ്ട്. ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗസയാണ് ആരംഭിക്കുന്നത്. ഗസയുടെ അതിർത്തി പ്രദേശം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലിന്റെ രാജ്യാതിർത്തി തുടങ്ങുന്നത്. അപ്പോൾ ഈജിപ്തും ഗസയും ഇസ്രായേലും മെഡിറ്ററേനിയൻ കടൽ പങ്കിടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗസ ഇസ്രായേലിന്റെ ഭാഗമൊന്നുമല്ല, ഭാഗമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ എന്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പ്രാധാന്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണ്. ടുണീഷ്യയിലും ഗ്രീസിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല, അതിൻ്റെ അർത്ഥം വരുന്നത് സമൂദ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്നാണ്. അറബ് വാക്കിൻ്റെ അർത്ഥമാണ് സമൂദ് എന്ന് പറഞ്ഞാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് സമൂദ്. ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞ സംഘമാണ്, കൂടിച്ചേർന്നുള്ള സംഘം. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ പ്രതിരോധം തീർക്കാനുള്ള ഒരു സംഘത്തിൻ്റെ യാത്ര, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 44 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു, 50-ലധികം കപ്പലുകളും ചെറുബോട്ടുകളും വെള്ളങ്ങളും പിന്നെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന ഗസക്കകത്ത് നടക്കുന്ന വളരെ ക്രൂരമായിരിക്കുന്ന പ്രയാസങ്ങൾ, വെള്ളവും ഭക്ഷണവും നൽകാതെ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഒറ്റക്കല്ല, ലോകം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഗ്ലോബൽ ഫ്ലോട്ടില എടുത്തത്. 3-ാമത്തെ തവണയാണ് ഗസയ്ക്ക് വേണ്ടി സഹായഹസ്തവുമായിട്ട് ഫ്ലോട്ടില്ല സംവിധാനം എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം തടഞ്ഞു. ഒരു പ്രാവശ്യം അവരുടെ കപ്പൽ ആക്രമിച്ച് കത്തിച്ചു, ഒരു ഭാഗം തന്നെ അങ്ങനെ തന്നെ തീപിടിച്ചു. 2-ാമത്തെ പ്രാവശ്യം അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. പിന്നീട് രാജ്യത്തുനിന്ന് പുറത്താക്കി. സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യേ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല ഇപ്പോൾ ഗസ തീരത്തേക്ക് അടുക്കുന്നത്. ഒരു ഭാഗം അവർ അറസ്റ്റ് ചെയ്തു, 13 ബോട്ട് കസ്റ്റഡി എടുത്തു നമ്മൾ പറഞ്ഞു. 30 ബോട്ടുകൾ ഇപ്പോൾ ഗസയെ ലക്ഷ്യമാക്കി മറ്റ് മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ അതിൻ്റെ മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ തീർത്തും അന്യായമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഇസ്രായേൽ നടത്തുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഈജിപ്ത്, ഗസ, പിന്നീടാണ് ഇസ്രായേൽ വരുന്നത്. ഇവിടെ ഇസ്രായേലിന് യാതൊരു റോളുമില്ല.
ഫ്ലോട്ടിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ലോകവ്യാപകമായ രീതിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. ഒക്ടോബർ 7 മുതലല്ല യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ 18 വർഷമായി ഗസയിൽ ഇസ്രായേൽ ഉപരോധത്തിലാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി വല്ലാത്ത പ്രയാസം ഗസ അനുഭവിച്ചിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഗസ പറഞ്ഞിട്ടുണ്ട്. ലോകം അത് ചെവിക്കൊണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇന്ന് ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഗസയുടെ പ്രശ്നമാണ്. ഒക്ടോബർ 7 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞതാണ് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന വാചകമായി ഇന്നും നിലനിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ ശൂന്യതയിൽ ഉണ്ടായതല്ല ഹമാസിൻ്റെ ആക്രമണം. കാലങ്ങളായി അവർ അനുഭവിച്ച ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രതിഫലനമാണ്. അതുകൊണ്ട് 2023 ഒക്ടോബർ 7 അതിനുശേഷവുമുള്ള സംഭവത്തെ വിലയിരുത്തിയാൽ ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കുറച്ച് പുറകോട്ട് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസക്കകത്ത് നടക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും എന്നൊക്കെ പറയാമെന്നല്ലാതെ വംശീയ ഉന്മൂലനങ്ങളും കൂട്ടക്കൊലകളും അനിയന്ത്രിതമായ രീതിയിൽ നടക്കുന്നു. ചെറിയ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ആയുധം ധരിച്ച ആളുകളെ ഇസ്രായേലിന് ആക്രമിക്കാനോ വെടിവെച്ച് കൊല്ലാനോ സാധിച്ചത് തീരെ കുറവാണ്. ആദ്യ ഘട്ടത്തിൽ കുറഞ്ഞ ആയുധങ്ങളൊക്കെ പിടിക്കപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല. എന്നാൽ പ്രതിരോധം ഗസക്കകത്ത് ശക്തമാണ് എന്നുള്ള ഇസ്രായേലും ലോകത്തിനും അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ജനങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുന്ന ഒരു രാജ്യം അത് ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന പ്രതിരോധവും പ്രതിഷേധവും നടക്കുന്നത് യൂറോപ്യൻ രാജ്യത്താണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏറെക്കുറെ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് മയം വന്നിരിക്കുന്ന രീതിയാണ് അറബ് രാജ്യങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫ്ലോട്ടിലെ ഗസ തൊട്ടാൽ ഒരു രീതിയും ഫ്ലോട്ടിലെ തടഞ്ഞാൽ മറ്റൊരു രീതിയുമാണ്. തടയപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞു, നമ്മൾ കണ്ടു. ഇനി ഫ്ലോട്ടിലെ ഗസയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഗസക്കാരെ ഇസ്രായേലിൻ്റെ സഹായമില്ലാതെ സഹായിച്ചുകൂടാ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഒരു മതിൽക്കെട്ടുകൾ, ഒരു വേലിക്കെട്ട് പൊളിക്കുകയാണ് ഫ്ലോട്ടിലെ ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവർക്കാവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതും അന്താരാഷ്ട്ര നീതിയും മര്യാദയുമാണ്. അത് മനുഷ്യൻ എന്ന് മാത്രമല്ല, മൃഗങ്ങളാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും ആ കടമ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പാതകം ചെയ്തവരാണ്. ഗ്രേറ്റ തുംബർഗ പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന വാചകങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എതിർക്കും എന്നതുകൊണ്ട് നമ്മൾ മൗനം പാലിക്കുകയില്ല. ലോകപ്രസിദ്ധ അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകയാണ് ഗ്രേറ്റ തുംബർഗ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നേരെ എന്തെങ്കിലും ആക്രമ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലോകവ്യാപകമായ രീതിയിൽ പ്രതിഷേധം അതിൽ വരും. അപ്പോൾ മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മരിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫ്ലോട്ടിൽ ചെയ്യുന്നത്. ഗസക്കാരെ, നിങ്ങൾ കരയുമ്പോൾ നിങ്ങളോടൊപ്പം കരയാനും നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അതോടൊപ്പം ചേർന്ന് നിൽക്കാനും ഞങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകമാണ് ഫ്ലോട്ടില്ല എന്ന് പറയുന്നത്. അത് നിസ്സാരമായിരിക്കുന്ന ഒരു സംഘമല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഇത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. ലക്ഷ്യം കണ്ടാൽ ഗസ പ്രദേശം തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് മറ്റൊരു തരത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾ എത്തും. പട്ടിണി കിടക്കാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇത് മതിയായ കാരണമായി വരും. 1-2 രാജ്യങ്ങളല്ല, 44 രാജ്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇരട്ടിയോളം രാജ്യങ്ങൾ സഹകരിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഘട്ടം. അങ്ങനെ 30 ബോട്ടുകൾ ഗസ ലക്ഷ്യമാക്കിയിട്ട് 50 നോട്ടിക്കൽ മൈൽ മാത്രം വ്യത്യാസം എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഇത് ഗ്ലോബൽ ചിത്രങ്ങൾ എടുത്തും വീഡിയോ എടുത്തും ഇപ്പം നടക്കുന്നത് ലൈവായ രീതിയിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിക്കുന്നു, ഇസ്രായേലിൻ്റെ സമീപനങ്ങൾ എന്ത്, നിലപാടുകൾ എന്ത് എന്നൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും വല്ലാതെ വൈകാതെ തന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില്ലയുടെ ലക്ഷ്യം എവിടെ എത്തും എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.